ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു വിൻ്റർഫെൽ. ഞാൻ ദേ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ. അതിനായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു ചെറിയൊരു ക്ലിപ്പ് വേണം, പിന്നെ കുറച്ച് നൂല് വേണം. അധികം തുന്നാനൊന്നുമില്ല, ചെറിയ കഷ്ണം തുണി വേണം. അതായത് നല്ല ഭംഗിയുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള തുണികൾ ഉണ്ടാവില്ലേ, നിങ്ങളുടെ കയ്യിൽ കട്ട് പീസൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഒരെണ്ണമാണ് ഞാൻ എടുത്തിരിക്കണേ. 2 കഷ്ണം എടുത്തിട്ടുണ്ട്. ഏത് വലിപ്പത്തിലുള്ളതും എടുക്കാം. ഈ രീതിയിൽ മടക്കി വെക്കാൻ പറ്റണം എന്നേ ഉള്ളൂ. അങ്ങനത്തെ 2 വലിപ്പത്തിലുള്ള തുണി വേണം. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിന് പുറമെ ഒന്നായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇച്ചിരി കുറച്ച് ചെറിയ തുണിയും, അതായത് സ്ക്വയർ ടൈപ്പിൽ തന്നെ വേണം. സ്ക്വയർ ടൈപ്പിൽ റെക്ടാങ്കിൾ ഷേപ്പിൽ വേണം കേട്ടോ. ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ രണ്ടും മടക്കിയെടുക്കുക. എന്നിട്ട് നടുവിൽ കൂടെ തുന്നുക. 2 തുണിയും അങ്ങനെ തുന്നിയെടുക്കണം. 2 പീസുകളും തുന്നിയെടുത്തിട്ട് ഞൊറിഞ്ഞ് മടക്കി എടുക്കുക. ചെറിയ പീസുകളായിട്ട് മടക്കി എടുക്കുക. എന്നിട്ട് നടുവിൽ കൂടെ വലിച്ചു പിടിച്ച് തുന്നുക. കണ്ടില്ലേ? എൻ്റെ മോളാണ് കേട്ടോ എനിക്കിതെല്ലാം പിടിച്ചൊക്കെ തരുന്നത്. ക്യാമറ പിടിച്ചതിൻ്റെ മോളാണ് കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. പിന്നെ രണ്ടാമത്തെ പീസ് ഞാൻ കണ്ടില്ലേ, ഇതുപോലെ മടക്കിയെടുക്കുക. മടക്കിയിട്ട് അതുപോലെ മടക്കി വെച്ചിട്ട് നടുവിൽ കൂടെ തുന്നിയെടുക്കണം. സിമ്പിളാണ് ചെയ്യാനായിട്ട്, ഒന്നുമില്ലാണ്ട് തുന്നിയെടുത്തു. അങ്ങനെ നടുവിൽ കൂടെ തുന്നിയെടുത്തിട്ട് അത് താഴെ തന്നെ വെച്ച് ഞൊറിഞ്ഞെടുത്ത് ഇതുപോലെ പിടിച്ചെടുത്തിട്ട് അതും തുന്നി സെക്യൂറാക്കി വെക്കുക. തുന്നിച്ചാൽ അത് ആ നൂല് ഞാൻ കറക്കിയെടുക്കണുണ്ടോ, അതുപോലെ കറക്കിയെടുത്തുമ്പോൾ തന്നെ ടൈറ്റായിട്ട് ഇരുന്നോളും. പിന്നെ ഒന്ന് കെട്ടിയിട്ട് വെക്കുക. ആ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ടല്ലേ, അതുപോലെ കെട്ടിയിട്ട് വെച്ചിട്ട് കെട്ടി വെച്ചും ഇനി അത് നല്ലപോലെ നമ്മുടെ കൈ കൊണ്ടൊന്ന് നിവർത്തിയൊക്കെ വെക്കുക. അടുത്ത പീസ് അതിൻ്റെ പുറത്തേക്ക് വെക്കണം കേട്ടോ. ഇങ്ങനെ നിവർത്തി നമുക്ക് വൃത്തിയായിട്ട് കാണുമ്പോൾ ഒരു വൃത്തിയായിട്ട് വെക്കുക. എന്നിട്ട് മറ്റേ പീസും കൂടെ, ചെറിയ പീസ് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുന്നിയെടുക്കുക. അത്രേ വേണ്ടൂ. നല്ല ടൈറ്റായിട്ട് ഇരുന്നുള്ളൂ. അത് ഒരു തവണ ഒന്ന് തുന്നിയിട്ട് അതിൻ്റെ നടുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. വേറൊരു തുണിയിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. ഇപ്പം എൻ്റെ കയ്യിലുള്ള തുണി നല്ല മടങ്ങി അതുപോലെ തന്നെ ഇരിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുതി പോകാത്ത രീതിയിലുള്ള തുണി എടുക്കണം. നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇത് അങ്ങനത്തെ ഒരു ഷേപ്പല്ല, കയ്യിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയലാണ്. നല്ല ഗ്ലേസിങ് ആണ്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ചെയ്യുമ്പോഴും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ മടക്കിയെടുത്തിട്ട് അതിൻ്റെ പുറകിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് തുന്നിയെടുക്കാം. ഇങ്ങനെ മടക്കി ആ എക്സ്ട്രാ ഉള്ളത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്കത് ഒന്ന് കറക്റ്റായിട്ട് തുന്നി പിടിപ്പിക്കാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതുപോലെ ആ അറ്റം വെച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 2-3 തുന്നിയിട്ട് സെക്യൂറാക്കി വെക്കാം. ഇത് പെട്ടെന്ന് വിട്ടു പോകത്തൊന്നുമില്ല കേട്ടോ. 1-2 തുന്നിയാൽ മതിയാവും. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഗ്ലൂ ചെയ്യുന്നുണ്ട്. ഗ്ലൂ വെച്ച് ഒട്ടിക്കുമ്പോൾ നല്ല ഉറപ്പോടെ ഇരുന്നോളും. കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ പിള്ളേരൊക്കെ ഞാൻ ചെയ്തതൊക്കെ നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിത് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമാണ്. സമയമുണ്ടെങ്കിൽ വീട്ടിൽ ഇപ്പോൾ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ പഴയ തുണികളൊക്കെ ഉണ്ടാവില്ലേ, നല്ല ഭംഗിയുള്ള ചില മെറ്റീരിയൽസൊക്കെ ഉണ്ടല്ലോ, കുട്ടികളുടെ ഉടുപ്പ്, ചീത്തയായ ഉടുപ്പ്, അതായത് ഇപ്പോൾ കയറാത്ത ഉടുപ്പ്, ചെറുതായ ഉടുപ്പുകളിലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടോ, തുന്നിയെടുത്തിട്ട് നമുക്കിനി അല്ലെങ്കിൽ ഇതുപോലെ ക്ലിപ്പ് വെച്ച് ഒട്ടിക്കുക. ഇനി അടുത്തത് ക്ലിപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് അത്രയും ചെയ്താലും മതി. അങ്ങനെ അത്രയേ ഉള്ളൂ എങ്കിൽ അത്രയും ചെയ്താലും മതി. അല്ലെങ്കിൽ വല്ല കല്ലോ അല്ലെങ്കിൽ സീക്വൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ സീക്വൻസ് ഗ്ലൂ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ഭംഗിയാവും. ഇപ്പം ഞാനിത് കാണിച്ചു തരാവേ. ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോഴും ഭംഗിയുണ്ട് ചെയ്യാൻ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. എൻ്റെ കയ്യിൽ സീക്വൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനതൊന്ന് ഗ്ലൂ ചെയ്യുവാണ്. ജസ്റ്റ് ഒട്ടിച്ച്, മോളുടെ കാലാണ് കേട്ടോ, സോറി കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഗ്ലൂ B7000 ആണ്. നല്ല ഗ്ലൂ ആണ്.
ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ചു. ഇനി പുറകിൽ ഞാൻ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് അവൾക്ക് ഇതുപോലത്തെ ക്ലിപ്പാണ് ഞാൻ എടുക്കുന്നത്. ഇത് വലിയവർക്ക് വേണ്ടിയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ വെക്കുന്ന നമുക്ക് യൂസ് ചെയ്യുന്ന ക്ലിപ്പ് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് അതും ചെയ്യാം. ഒരുവിധം വലിപ്പമുള്ള തരത്തിലുള്ള ഹെയർ ബോ ആണിത്. ഒരുവിധം കാണാനും നല്ല ഭംഗി, വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. ഞാൻ മോളുടെ മുടിയിൽ വെച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. കണ്ടോ, ഇത്രയേ ഉള്ളൂ കാര്യം, സിമ്പിളാണ്. നമ്മൾ എത്ര രൂപ കൊടുക്കണം ഇതിന്? പുറത്തുനിന്നൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണം. നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് മിനിമം പ്രൈസിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, മോള് അവൈലബിൾ ആയതുകൊണ്ട്, അവൾ നിന്നതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെയ്ത് ഇന്ന് വെച്ച് തരട്ടെ, എനിക്ക് വീഡിയോ എടുക്കാനാണെന്നൊക്കെ പറയുമ്പോൾ ആൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നൊക്കെ തന്നിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്തേക്കണേ. ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. ഉണ്ടോ, എങ്ങനെയുണ്ട്, കൊള്ളാം അല്ലേ? ഇതുപോലെ വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. ചെറിയ ചെറിയ